പോകുമ്പോ നീ പറയണം ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്, തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞിട്ട് പൊക്കോ. അല്ലാഹു നിന്റെ കച്ചവടത്തിൽ ബർക്കത്ത് ചെയ്യുകയാ. ജോലിക്ക് പോകുമ്പോ പറയണം തവക്കൽതു അലല്ലാഹ്, അല്ലാഹു നിന്റെ ജോലിയിൽ ബർക്കത്ത് നൽകുകയാ. ഏത് കാര്യത്തിലും നീ പറഞ്ഞോ പടച്ചവനെ ടെൻഷനാണല്ലോ, എല്ലാവർക്കും വല്ലാത്ത പ്രയാസമാണ്. ഉമ്മമാര് മക്കളോട് പറയുന്നു മോനെ നല്ലതുപോലെ പഠിക്കണം, നല്ലതുപോലെ പഠിക്കണം, നല്ല മാർക്ക് വാങ്ങണം, നല്ല നിലയിലെത്തണം, നല്ല ജോലി ഉണ്ടാകണം. നല്ല ജോലി കിട്ടിയാലേ ഒരുപാട് പണം കിട്ടൂ, പണം കിട്ടിയാലേ നല്ല പെണ്ണ് കിട്ടൂ, എങ്കിലേ നല്ലതുപോലെ ജീവിക്കാൻ പറ്റൂ. 5 വയസ്സുകാരനായ മക്കളെ ഉപദേശിക്കുന്ന ഉമ്മ പണത്തിനോടുള്ള ആർത്തിയാ. ഈ മക്കളൊക്കെ വഴിപടച്ചു പോകാനുള്ള കാരണം എന്തെന്നറിയുമോ? ഈ ചെറുപ്രായത്തിൽ കഞ്ചാവ് കച്ചവടം നടത്തുന്നത് എങ്ങനെയാ? നിന്റെ മക്കള് മയക്കുമരുന്ന് കച്ചവടം നടത്തുന്ന ടീമിൽ പെട്ടുപോയത് എങ്ങനെയാ? നിന്റെ ഈ ആർത്തിയാ ഉമ്മ, നിന്റെ ഈ അത്യാഗ്രഹമാവുമ്മ. ഈ മക്കളുടെ ഹൃദയത്തിൽ പണത്തിനെ കുറിച്ചുള്ള ആർത്തി പഠിപ്പിച്ചു കൊടുത്തത് നീയല്ലേ? നീയല്ലേ നിന്റെ മക്കളോട് പറഞ്ഞത് പണമുണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റൂ, പണമുണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റൂ. ഇത് 25 വയസ്സുകാരൻ ഗൾഫിൽ പോകുമ്പോഴല്ല നീ പറഞ്ഞു കൊടുത്തത്. 5ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലും പഠിക്കുന്ന LKG മുതൽ പഠിക്കുന്ന മക്കളോട്, 7ലും 8ലും പഠിക്കുന്ന മക്കളോട്, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മക്കളോട് എടാ പണം വേണമെങ്കിൽ നല്ലതുപോലെ പഠിച്ച് ജോലി ഉണ്ടാകണം, നല്ല നിലയിലാകണം. ആ പണത്തിനോടുള്ള ആർത്തി നീ ഇങ്ങനെ കുത്തിവെച്ചപ്പോ അതാ സൈഡ് ബിസിനസ് തുടങ്ങിയതാ. ഇങ്ങനെ ചെറിയ ചെറിയ പണികളിലൂടെ തുടങ്ങി, ചെറിയ ചെറിയ പണികളിലൂടെ തുടങ്ങി. അവസാനം ഇന്നെത്തിപ്പിടിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നിന്റെ പൊന്നാര മക്കളെത്തിയല്ലോ. എങ്കിലും അബൂദറിൽ ഗിഫാരി റളിയല്ലാഹു തആല അൻഹു, അബൂദറിൽ ഗിഫാരി റളിയല്ലാഹു തആല അൻഹു പടച്ചവനെ പാവപ്പെട്ട സ്വഹാബിയാ, മരിക്കാൻ കിടക്കുകയാ. സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോ അബൂദറിൽ ഗിഫാരി റളിയല്ലാഹു തആല അൻഹു ആരാണെന്നറിയോ? സാധാരണ ഒരു സഹാബിയല്ല. അബൂദറിന്റെ ചരിത്രം പഠിക്കണം, അബൂദറിന്റെ ചരിത്രം പഠിക്കണം. അബൂദർ ആരെന്നറിയോ? അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ജിബ്രീൽ അലൈഹിസ്സലാമും കൂടെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ അബൂദർ വഴിയിലൂടെ നടന്നു പോവുകയാ. അബൂദർ വഴിയിലൂടെ നടന്നു പോവുകയാ. അല്ലാഹുവിന്റെ പ്രവാചകനോട് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് ചോദിക്കുകയാ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ആ പോകുന്നത് അബൂദറല്ലേ നബിയേ? റസൂലുള്ളാഹിയുടെ കണ്ണ് നിറയുകയാണ്. പടച്ചവരെ അത്ഭുതപ്പെടുകയാണ്. മുത്തുനബിക്ക് വല്ലാത്ത അത്ഭുതമായി. ജിബ്രീലേ, ജിബ്രീലേ, എന്റെ അബൂദറിനെ നിനക്ക് എങ്ങനെയാ പരിചയമുള്ളത്? ആ പോകുന്നത് അബൂദറാണെന്ന് നിനക്കാരാ പറഞ്ഞു തന്നത്? ജിബ്രീൽ പറയുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, ഇന്നഹു ലഫീ മലകൂതി സമാവാതി സബഇ അശ്വറു ഫിൽ അർളി. ഈ ദുനിയാവിലെ ജനങ്ങൾക്ക് മാതാ അബൂദറിനെ അറിയില്ലെങ്കിലും ഞങ്ങൾക്കറിയാൻ നബിയേ. ഏത് മലക്കിനോട് ചോദിച്ചാൽ, ഏത് മലക്കിനോട് ചോദിച്ചാൽ അബൂദറിന്റെ പേര് പറഞ്ഞു തരും നബിയേ. മലക്കുകളുടെ ലോകത്തിൽ അറിയപ്പെടുന്ന സ്വഹാബിയാ അബൂദർ റളിയല്ലാഹു തആല അൻഹു. തന്റെ കയ്യിൽ എന്ത് കിട്ടിയാലും വൈകുന്നേരം തികയ്ക്കൂല. കള്ളു കുടിച്ച് തീർത്തതല്ല, പെണ്ണ് പിടിച്ച് തീർത്തതല്ല, എന്ത് കിട്ടിയാലും പാവങ്ങൾക്ക് കൊടുക്കുമായിരുന്നു. നാളത്തേക്ക് വേണ്ടി ഒന്നും കരുതി വെക്കൂല, നാളത്തേക്ക് വേണ്ടി ഒന്നും ചെയ്തു വെക്കൂല. അബൂദർ ഗിഫാരി റളിയല്ലാഹു തആല അൻഹു ആരെങ്കിലും പൈസ സൂക്ഷിച്ചു വെച്ചാൽ
ചെയ്താൽ, ആരെങ്കിലും വലിയ വീട് പണിതാൽ വീടിന്റെ മുന്നിൽ പോയിട്ട് പറയുന്ന അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി കൊടുക്കൂ. പിടിച്ചു പറിക്കുമായിരുന്നു, പാവങ്ങൾക്ക് കൊടുക്കാൻ വഅദ് പറയുമായിരുന്നു. ആ അബൂ ദർ ഗഫാരി റളിയല്ലാഹു തആല അൻഹു അവസാനം നാട് കടത്തുകയാ. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഓരോ മനുഷ്യന്റെ വീടിന്റെ മുന്നിൽ പോയിട്ട് വഅദ് പറയുന്നത് കാരണം പരാതി വന്നപ്പം നാട് കടത്തുകയാണ്. അബൂ ദർ ഗഫാരി റളിയല്ലാഹു തആല അൻഹു ഒരു മനുഷ്യനുമില്ലാത്ത മരുഭൂമിയിൽ തന്റെ ഭാര്യയും തന്റെ മക്കളും ഒറ്റ വീട്. അബൂ ദർ ഗഫാരി റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് മരണസമയം എടുത്തപ്പോ തന്റെ ഭാര്യ അടുത്ത് വിളിക്കുകയാ, തന്റെ ഭാര്യ അടുത്ത് വിളിക്കുകയാ, തന്റെ മക്കളെ അടുത്ത് വിളിക്കുകയാ, എന്നിട്ട് പൊരുത്തം ചോദിക്കുകയാ, എന്നിട്ട് മക്കളെ വിളിച്ചെടുത്തിരുത്തി, ഭാര്യ വിളിച്ചെടുത്തിരുത്തി. അബൂ ദർ ഗഫാരി റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറയുകയാ, മക്കളെ വാപ്പാനെ വെറുക്കല്ലേ, നിങ്ങൾ വാപ്പാനെ വെറുക്കരുത്, നിങ്ങൾ വാപ്പാനെ വെറുക്കരുത്. നിങ്ങളുടെ വാപ്പ നിങ്ങൾക്ക് വേണ്ടി ഒന്നും കരുതി വെച്ചിട്ടില്ല. അബൂ ദർ റളിയല്ലാഹു തആല അൻഹു മരിക്കുന്നതിന് മിനിറ്റുകൾക്ക് മുമ്പ് തന്റെ മക്കളോട് പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങളുടെ വാപ്പ ഒന്നും നിങ്ങൾക്ക് വേണ്ടി കരുതി വെച്ചിട്ടില്ല. ഉപ്പ കള്ള് കുടിച്ച് തീർത്തതല്ല, ഉപ്പാടെ കയ്യിൽ എന്ത് കിട്ടിയാലും ഞാൻ പാവങ്ങൾക്ക് കൊടുക്കും മക്കളെ. ഉപ്പാടെ കയ്യിലൊന്നുമില്ല, ഉപ്പ ഇന്നു മരിച്ച കഫം തുണി വാങ്ങാൻ പോലും എന്റെ കയ്യിൽ 5 പൈസയില്ല. മക്കളെ, ഞാൻ ഇന്നു മരിച്ച എന്റെ കഫം തുണി വാങ്ങാനുള്ള പൈസ എന്റെ കയ്യിലില്ല. ഒരു നല്ല വസ്ത്രം പോലും ഈ വീടിന്റെ അകത്തില്ല. വാപ്പ അത്രയും പാവപ്പെട്ടവനാ, ഉപ്പ അത്രയും പാവപ്പെട്ടവനാ. പണ്ടത്തെ ഉമ്മമാരെ, നിന്റെ ഉമ്മ ഇങ്ങനെ കഥ പറഞ്ഞു തരുമായിരുന്നല്ലോ. നീ ഭക്ഷണം കഴിക്കുമ്പോ ഒരൽപ്പം ഭക്ഷണം താഴെ വീഴുമ്പോ നിന്റെ ഉമ്മ നിന്നോട് പറയും, മോളെ ഇതേ ഉള്ളു മോളെ, കളയല്ലേ, ഇത് ഉപ്പ രക്തം വിയർപ്പാക്കിയതാണ്, കളയരുതെന്ന് പറഞ്ഞു വാരിത്തന്ന ഉമ്മ. അബൂ ദർ റളിയല്ലാഹു തആല അൻഹു മക്കളോട് പറഞ്ഞു കൊടുത്തു, ഉപ്പ മരിച്ച കഫം തുണി വാങ്ങാൻ പൈസയില്ല, ഒരു നല്ല കീറാത്ത തുണി പോലും ഈ വീടിന്റെ അകത്തില്ല. എന്നാലും എന്റെ മക്കള് പേടിക്കരുത്, എന്റെ മക്കള് വിഷമിക്കരുത്. വാപ്പ മരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്നറിയോ? ഉപ്പാനെ കുളിപ്പിക്കണം, ഉപ്പാനെ കുളിപ്പിക്കണം, എന്നിട്ട് എന്നെ ചുമന്നു കൊണ്ടുപോയി വഴിയിൽ വെക്കണം. ജനങ്ങൾ നടന്നു വരുന്ന വഴിയിൽ എന്റെ ജനാസ കൊണ്ടുവച്ചിട്ട് നിങ്ങൾ കാത്തു നിൽക്കണം. അതാ ഉംറ കഴിഞ്ഞ് ആരെങ്കിലും വരുന്നത് കണ്ടാ എന്റെ മക്കള് പറയണം, അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബിയാ, അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബിയാ. മയ്യത്ത് പുതിയ കഫൻ തുണിയില്ല, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഇഹ്റാമിന്റെ വസ്ത്രത്തിൽ എന്നെ പൊതിയാൻ പറയണേ മക്കളെ. മരിക്കുന്നതിന് മുമ്പ് മക്കളോട് പറഞ്ഞു കൊടുക്കുകയാ. അബൂ ദർ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് മരണപ്പെടുകയാണ്. മക്കളുപ്പാനെ കുളിപ്പിച്ചു, മക്കളുപ്പാനെ കുളിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞതുപോലെ ജനാസ ചുമന്നു കൊണ്ടുപോയി വഴിയിൽ വെച്ചിട്ട് കാത്തു നിൽക്കുകയാ. ഒരുപാട് സമയം കഴിഞ്ഞു. അവസാനം നോക്കുമ്പോ ഒരു സംഘം വരികയാ. ഉംറ കഴിഞ്ഞൊരു സംഘം വരികയാ. ആരാ നേതാവെന്നറിയുമോ? മഹാനായ സൽമാനിൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹു. പഠിച്ചവനെ അവരിങ്ങനെ വരുമ്പോ മക്കള് തടഞ്ഞു നിർത്തിയിട്ട് പറയുകയാ, ഈ കിടക്കുന്നത് അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബിയാ, ഞങ്ങളുടെ വാപ്പയാ. കഫം തുണി വാങ്ങാ പൈസയില്ല, കഫം തുണി ഞങ്ങളുടെ കയ്യിലില്ല. അതുകൊണ്ട് നിങ്ങൾ കഅബാലയത്തിൽ പോയി ഉംറ ചെയ്തപ്പോ നിങ്ങൾ ധരിച്ച കഫനതാ, നിങ്ങൾ ധരിച്ച ഇഹ്റാമിന്റെ വസ്ത്രമുണ്ടല്ലോ, അതുകൊണ്ട് നിങ്ങളുടെ പിതാവിന് ഒന്ന് കഫം പൊതിഞ്ഞ് കബറടക്കുവോ?
മക്കളവിടെന്ന് പറയുമ്പോ സൽമാനിൽ ഫാരിസ് തങ്ങൾ ചിന്തിക്കുന്നു, അല്ലാ ആരാ അല്ലാ, ഇത്രയും പാവപ്പെട്ട സ്വഹാബി ആരാ, മയ്യത്ത് തുണി വാങ്ങാൻ പോലും പണമില്ലാത്ത പാവപ്പെട്ടവനാരാ, മുഖത്തിട്ടിരിക്കുന്ന തുണിയങ്ങുയർത്തുമ്പോ കിടക്കുന്നതാരെന്നറിയോ, മഹാനായ അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു തആല അൻഹു. മുത്തുനബിയെ, പടച്ചവനെ, സൽമാനിൽ ഫാരിസ് തങ്ങൾ വിളിച്ചു പറയുകയാ, സദഖ റസൂലുള്ളാഹ്